Find the remainder when 24 raised to the power 1974 is divided by 17. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലെ നമ്പർ നമുക്ക് ഏതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? എങ്ങനെയൊക്കെ റിമൈൻഡർ കണ്ടുപിടിക്കാം? നമുക്ക് ഫെർമാറ്റ് തിയറവും യൂസ് ചെയ്യാം, ഓയിലേഴ്സ് തിയറവും യൂസ് ചെയ്യാം അല്ലേ, ഇങ്ങനെ ഒരു നമ്പറിനെ. ഇവിടെ എന്താണ്, ഇത് 17 എന്താണ്, ഒരു പ്രൈം നമ്പറാണ്. സോ നമുക്കിവിടെ എന്താണ്, ഫെർമാറ്റ് തിയറം യൂസ് ചെയ്യാം. അതായത് 17 നമ്മുടെ 24നെ ഡിവൈഡ് ചെയ്യുന്നില്ല അല്ലേ, പക്ഷേ 24 റേസ് ടു പവർ ഓഫ് 7 -1 എന്ന ഫോം ആണെങ്കിൽ എന്താണ് നമ്മുടെ ഫെർമാറ്റ് തിയറം എന്താ പറയുന്നത്? പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ, പക്ഷേ പി ഡിവൈഡ്സ് എ റേസ് ടു ദി പവർ p-1 ആ ഒരു തിയറം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു റിമൈൻഡർ കണ്ടുപിടിക്കാം. ഇപ്പം നമുക്കിപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡ് പഠിച്ചു അല്ലേ, മോഡുലാർ എക്സ്പൊണൻസിയേഷൻ, ടവേഴ്സ് ഓഫ് പവേഴ്സ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ്. അപ്പോൾ അതിൽ ഏത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്പെസിഫിക്കലി ഇപ്പോൾ ക്വസ്റ്റ്യനിൽ യൂസിങ് ഓയിലേഴ്സ് തിയറം അല്ലെങ്കിൽ ഫെർമാറ്റ് തിയറം എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ തിയറം ബേസ് ചെയ്ത് ചെയ്താൽ മതി. അല്ലെങ്കിൽ എങ്ങനെയായാലും ഇതിൻ്റെ റിമൈൻഡർ നമ്മൾ പഠിച്ച കോൺഗ്രുവൻസിൻ്റെ ഏത് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 24 എന്ന നമ്പർ എടുക്കുക. അത് കോൺഗ്രുവൻ്റ് എന്താണ്, 17ൽ 7 മോഡ് ആണ് കോൺഗ്രുവൻസ് അല്ലേ. ഇനി 24 റേസ് ടു 1947 എന്തിന് കോൺഗ്രുവൻ്റ് ആയിരിക്കും? 7 റേസ് ടു 1947. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഓഫ് കോൺഗ്രുവൻസി യൂസ് ചെയ്തിട്ട് ബൈ ഫെർമാറ്റ് തിയറം എന്താണ്, 7 റേസ് ടു ദി പവർ 16 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 17. എന്താണ്, 7 റേസ് ടു ദി പവർ 17 - 1 അല്ലേ. 7 റേസ് ടു ദി പവർ 17 - 1. ഈ 7 എവിടെ നിന്ന് വന്നതാ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് 7 റേസ് ടു ദി പവർ 1947 ഇല്ലേ, ഇത് വെൻ ഡിവൈഡഡ് ബൈ 17 എന്താണ് റിമൈൻഡർ, അതല്ലേ നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 7 എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ 7 റേസ് ടു 1947 വെൻ ഡിവൈഡഡ് ബൈ 17 റിമൈൻഡർ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 7 എടുത്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 7 കോൺഗ്രുവൻ ടു 1 മോഡ് 17 എന്ന് പറയണമെങ്കിൽ ഇത് 7 റേസ് ടു ദി പവർ 16 ആവണ്ടേ. അതായത് ഇപ്പോൾ 7 റേസ് ടു ദി പവർ 17 - 1 ആര് ഡിവൈഡ് ചെയ്യും? നമ്മുടെ 7 ഡിവൈഡ് ചെയ്യും. എന്താണ്, അക്കോർഡിംഗ് ടു ഫെർമാറ്റ് തിയറം അല്ലേ, എ റേസ് ടു ദി പവർ p-1 -1 നമ്മുടെ പി ഡിവൈഡ് ചെയ്യും. പി ഏതാണ് ഇവിടെ? 17 ആണ് ഇവിടുത്തെ പി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ 7 റേസ് ടു ദി പവർ 17 - 1 എന്താ, 16 കോൺഗ്രുവൻ ടു 1 മോഡ് 17. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി 7 റേസ് ടു ദി പവർ 1947 കോൺഗ്രുവൻ ടു എന്തായിരിക്കും? 7 ടൈംസ് ഇനി എന്താ 16 ഇൻറ്റു 121 + 11, അതായത് ഈ 1947 ഞാൻ ഇതാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി കോൺഗ്രുവൻ ടു 7 റേസ് ടു 16 ദി ഹോൾ പവർ 121 എഴുതാമല്ലോ, ഇൻറ്റു 7 റേസ് ടു 11. ഇതിനെ എ റേസ് ടു എം പ്ലസ് എൻ ഫോമാണല്ലോ, അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ഇനി 7 റേസ് ടു 16 ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? 1 ആണല്ലോ അല്ലേ, നമ്മൾ ഫെർമാറ്റ് തിയറം വെച്ചിട്ട് അവിടെ പ്രൂവ് ചെയ്തു, അവിടെ 1 ആണത്. അപ്പോൾ 1 ഇൻറ്റു 7 റേസ് ടു 11 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ 7 റേസ് ടു 1947 പകരം 7 റേസ് ടു 11 എന്ന് എഴുതാമല്ലോ അല്ലേ. അതായത് ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 7 റേസ് ടു 11 വരെ ആക്കി. ഇനി അപ്പം എന്താണ്, 7 റേസ് ടു 1947 കോൺഗ്രുവൻ ടു 7 റേസ് ടു 11 മോഡ് 17 ആയി ആണല്ലോ. ഇനി 7 സ്ക്വയർ കോൺഗ്രുവൻ ടു, അതും അവിടെ നിൽക്കട്ടെ. ഇനി 7 സ്ക്വയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 49 കോൺഗ്രുവൻ ടു -2 മോഡ് 17 ആയിരിക്കും. അത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 17ൽ 49 -2 ആയിരിക്കും. ഇനി നമുക്ക് വേണ്ട എന്താണ്, 7 റേസ് ടു 11 ആണ് നമുക്ക് വേണ്ടതാണല്ലോ, 7 റേസ് ടു 11. അപ്പോൾ 7 റേസ് ടു 11നെ 7 സ്ക്വയറിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? 7 സ്ക്വയർ ദി ഹോൾ റേസ് ടു 5, അതായത് 7 റേസ് ടു 10 ഇൻറ്റു 7 റേസ് ടു 1 എന്ന് എഴുതാമല്ലോ, കാരണം 10 + 1 എന്താ, 11 ആണ്. ഇനി 7 സ്ക്വയറിൻ്റെ റിമൈൻഡർ എന്താണ് വെൻ ഡിവൈഡഡ് ബൈ 17? -2 റേസ് ടു 5 ഇൻറ്റു 7. അപ്പോൾ -2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ -32 ഇൻറ്റു 7. അപ്പോൾ -32 വെൻ ഡിവൈഡഡ് ബൈ 17 റിമൈൻഡർ എന്താ, 2 ആണ്, -2 ആണ്. -32നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ -2 ആണ്. അതായത് -34 17ൻ്റെ ഫാക്ടർ അല്ലേ, അപ്പോൾ -2. അപ്പോൾ 7 റേസ് ടു 11 ഈക്വൽ ടു -2 ഇൻറ്റു 7 മോഡ് 17.
വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് എന്താണ് -14 mod 17. അപ്പോൾ 7^11 അല്ല, അതായത് 7^197 നമ്മൾ 7^11 ആക്കി. ഇനി ആ 7^11 വെൻ ഡിവൈഡഡ് ബൈ mod 17 എന്താണ്, 17 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് -14. അത് തന്നെയല്ലേ നമുക്കിവിടെ വേണ്ടത്, അല്ലേ? ഈ 24^1947 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെൻ ഡിവൈഡഡ് ബൈ 17 ഇതാണ് റിമൈൻഡർ ആണല്ലോ. ഇതിനെ റെഡ്യൂസ് ചെയ്താണ് നമ്മളിവിടെ ആക്കിയത് -14 ആക്കിയത്. അപ്പോൾ വെൻ 24^1947 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ് -14. ഓക്കെ, ഞാൻ നോട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കി അതുകൂടെ ഒന്ന് എഴുതിയെടുത്തിട്ട് ഈ വീഡിയോ പല പ്രാവശ്യം കണ്ടു പഠിച്ചാൽ മതി.